കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കാർക്കോടക അർജുൻ പുറ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ അവിടെ വെച്ച് തന്നെ കൊത്തി കൊന്നുകളഞ്ഞേക്ക്. അവൻ പിടഞ്ഞ് ചാകുന്നത് എനിക്കെന്റെ ഈ രണ്ട് കണ്ണുകൊണ്ടും കാണണം. ഭവാനി, എനിക്കിപ്പോ എന്താ തോന്നുന്നത്? എന്താ തോന്നുന്നത്? അടുത്ത വർഷവും നമ്മൾ ഇതുപോലെ ആ പുറ്റിനടുത്തേക്ക് പോവാം. പക്ഷേ തന്റെ കയ്യില് ആ സമയത്ത് തട്ടോ അല്ല ഇരിക്കേണ്ടത്. പിന്നെ വേറെന്താ ഇരിക്കേണ്ടത്? തന്നെ പോലെ സുന്ദരിയായ കുട്ടി ഭവാനിയോ അല്ലെങ്കിൽ എന്നെ പോലെ കുട്ടി അർജുനോ ഉണ്ടാവണം. അർജുൻ അല്ലെങ്കിൽ ഇരട്ടകളായാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാ? അതെ, ട്വിൻസ്. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെയാണോ? താൻ വിശ്വസിക്കുന്ന ആ നാഗദേവത തനിക്ക് അങ്ങനെ തന്നാലോ? അത് വേണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ. അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. രണ്ടുപേരാകുമ്പോ അവർക്ക് ബോറടിക്കില്ലല്ലോ. അർജുൻ വേണ്ട. നിന്റെ ഈ ചിരി കുറച്ച് സമയത്ത് കൂടിയേ ഉള്ളടാ. മരണം നിന്റെ പുറകെ തന്നെ ഉണ്ടടാ. ചാകാൻ നീ തയ്യാറായിക്കോ.
മരണം നിന്റെ പുറകെ തന്നെ ഉണ്ടടാ. അവനെ കൊത്തിക്കൊല്ലാൻ നീന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനിവിടെ നിന്നതൊന്നുമല്ല. അവന്റെ ജാതകം കാരണം എനിക്ക് ഒരു തരത്തിലും അവനെ കൊല്ലാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവന്റെ ജാതകപ്രകാരം അവന് മൃത്യുദോഷമുണ്ട്. പക്ഷേ ആ പെണ്ണിന്റെ കൈ പിടിച്ച നിമിഷം മുതൽ ആ പെണ്ണിന്റെ ജാതകം കാരണം അവന്റെ ജാതകവും മാറിപ്പോയിരിക്കുകയാണ്. എന്നുവെച്ചാ അവർ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് അവന്റെ ജാതകപ്രകാരം അവൻ ബലഹീനനാണ്. പക്ഷെ ആ പെണ്ണുമായിട്ട് ചേരുന്ന സമയത്ത് നമ്മുടെ ശക്തികളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി അവൻ ലഭിച്ചിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് അവനെ കൊല്ലാൻ പറ്റാതിരുന്നത്. അവൻ ആ പെണ്ണിന്റെ കൈവിടാത്ത സമയം വരേക്കും എനിക്കവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്കവരെ പിന്തുടർന്ന് അമ്പലം വരെ പോവാം. ഏതെങ്കിലും ഒരു സമയത്ത് അവളുടെ കൈ അവൻ വിടാതിരിക്കില്ലല്ലോ. ആ സമയം നോക്കി അവനെ കൊത്തിക്കൊന്നളയാം. ശരി, എന്നാ വാ പോവാം. Shiva 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 Shiva
അവ ഇപ്പൊ അവളെ കൈവിട്ട് കഴിഞ്ഞു. പോയി അവനെ കൊത്തുകൊല്ല്. ഗ്രഹങ്ങളുടെ സ്ഥാനം അനുകൂലമല്ലാത്തതുകൊണ്ട് ചില ദുഷ്ടശക്തികൾ അവരുടെ തനിനിറം പുറത്തു കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നവരായതുകൊണ്ട് ആ ദുഷ്ടശക്തികളുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. അവനെ പോയി കൊത്തിക്കൊല്ലാതെ എന്ത് നോക്കിയിരിക്കാണ് കാർക്കോടക? പോ. ആ ഭവാനി, ഇങ്ങ് വാ മോളെ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നായിരിക്കണം. ഇനി ഒരു ദുഷ്ടശക്തി വിചാരിച്ചാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കെട്ടിയ ഈ കെട്ട് നിങ്ങൾക്ക് രക്ഷയായി ഉണ്ടാകും. അർജുൻ അവളുടെ കൈ പിടിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ നീ കൊത്താതെ തിരിച്ചു വന്നത്? ആ ഗുരുജി അവരുടെ ശക്തികൾ തമ്മിൽ ഒന്നിപ്പിക്കുന്ന രീതിയിൽ ആ വസ്ത്രങ്ങൾ ബന്ധിപ്പിച്ചു. അതഴിക്കാത്രത്തോളം സമയം എന്റെ ശക്തി അവർക്ക് മേലെ ഏൽക്കില്ല. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവസരങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്തല്ലേ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണല്ലോ ദൈവമേ. നമ്മുടെ കല്യാണത്തിന്റെ ആദ്യത്തെ ക്ഷണക്കത്ത് നാഗദേവതയ്ക്ക് സമർപ്പിക്കാൻ വന്നതാ. നന്നായി മോളെ. കൊണ്ടുവന്ന ആ പത്രിക പുറ്റിന് മുകളിൽ വെച്ച് പ്രദക്ഷിണ വെക്കും മോളെ. പോയി ആ നാഗമാതാവിന് സമർപ്പിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കും. അങ്ങനെ ആകട്ടെ ഗുരുജി. അർജുൻ വാ. ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം. നമാമീശ്വരം പ്രാണേശ്വരം പഞ്ചഭൂതേശ്വരം, അനാദീശ്വരം ആദീശ്വരം സർവകാലേശ്വരം. ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം. ഞങ്ങളുടെ കല്യാണക്കുറി അവിടത്തേക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇത് കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കൂ അമ്മേ. ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം, ശിവം ശിവം ഭവഹരം ഹരം. ഭവമാനാസുതം ഭക്തജനകുതം ശ്രീരാമദൂതം മാരുതിം നവതുരാക്ഷസാനകം വായുപുത്രം ബാലഗാത്രം വജ്ര
वीरसान्द्रं दीप्रदायं माञ्जनेयम् शिवं शिवं भवहरं हरं शिवं शिवं भवहरं हरम् പറ്റിയ സമയമില്ല കാർക്കോടക വന്നിരിക്കുന്നത്. പോയി കൊത്ത് കാർക്കോടക. ഇങ്ങനെ നോക്കൊണ്ട് നിൽക്കാതെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇപ്പൊ കണ്ടോളൂ. അവനെ കൊത്തിക്കൊല്ലാമെന്ന് വിചാരിച്ചാലും അവന്റെ ശക്തിക്ക് മേലെ എന്റെ ശക്തി ആഞ്ഞടിക്കാമെന്ന് വിചാരിച്ചാലും എനിക്കതിന് കഴിയുന്നില്ലല്ലോ. ഇതെനിക്ക് വലിയ അപമാനമാണല്ലോ. കല്യാണ ലെറ്റർ എങ്ങനെയാ കത്തിയത് ഭവാനി? എന്തു പറ്റിയെന്ന് അറിയില്ല അർജുൻ. എന്റെ ശക്തിയിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നീ രക്ഷപ്പെടില്ല. ഈ ക്ഷണപത്രിക എരിച്ചതുപോലെ നിന്നെയും ഞാൻ എരിച്ചു കൊല്ലും. ഗുരുജി, ഇതെങ്ങനെയാ സംഭവിച്ചത്? കല്യാണക്കുറി നാഗദേവതയ്ക്ക് സമർപ്പിച്ചിട്ട് പ്രദക്ഷിണം ചെയ്ത നല്ലത് നടക്കുന്നല്ലേ ഗുരുജി പറഞ്ഞത്. അങ്ങനെ ചെയ്തപ്പോ കല്യാണക്കുറി കത്തി നശിച്ചു പോയി. ആ നാഗമാതാവിൽ നിനക്ക് വിശ്വാസമില്ലേ? പിന്നെന്താ ഭയപ്പെടേണ്ട കാര്യം? ഞാൻ പറഞ്ഞതുപോലെ നിനക്കെപ്പോഴും നല്ലതേ സംഭവിക്കൂ. അവിടെ പാലഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കൂ. പോകൂ പോകൂ, ചെല്ല്. ശരി ഗുരുജി. എല്ലാം നന്നായി നടക്കും. ചെല്ല്. എന്തുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്നിൽ കരുണ കാണിക്കൂ അമ്മേ. പ്രഭു,
നാഗദേവതേ, ആദ്യമായിട്ട് നമ്മുടെ കല്യാണ ലെറ്റർ അമ്മയ്ക്കാണ് സമർപ്പിച്ചത്. ഞങ്ങൾ കൊണ്ടുവന്ന കല്യാണ ലെറ്റർ എങ്ങനെ കത്തിപ്പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഭവാനി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരനിഷ്ടവും സംഭവിക്കാതെ അവിടെ നിന്ന് തന്നെ നമ്മളെ കാത്തോളണം. ക്ഷണക്കത്തിൽ എങ്ങനെ തീ പിടിക്കുന്നത്? എന്താ ആലോചിക്കുന്നത് മകളെ? പനീന്ദ്രനെ പറ്റിയാണോ ആലോചിക്കുന്നത്? എന്തോ അപശകനം സംഭവിച്ചതായി എന്റെ ഭക്തയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. വന്ന് രക്ഷിക്കാൻ ആവശ്യപ്പെട്ട് എന്നെ മനസ്സുരുകി വിളിക്കുകയാണ്. എങ്കിൽ മകൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ചെന്നോളൂ. പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഏതവസ്ഥയിലിരുന്നാലും ശരി, നമ്മളെ വിശ്വസിച്ച് വരുന്നവരെ രക്ഷിക്കേണ്ട കടമ നമ്മുടെ ധർമ്മമാണ് മകളെ. ഒരാളുടെ ഭയത്തെയും ഉത്കണ്ഠയും മാറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. അത് ഒന്ന് ധൈര്യം, രണ്ട് വിശ്വാസം. പോയി മകൾ ഇത് രണ്ടും അവർക്ക് പ്രാപ്യമാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ കടമയും കർത്തവ്യവും. പോയിട്ട് വാ. ശരി ഗുരുവേ. നീ എത്ര പ്രാർത്ഥിച്ചാലും കരഞ്ഞു പറഞ്ഞാലും നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല.